ഇന്നത്തെ ടോപ്പിക് മനുഷ്യ ശരീരത്തിലെ ഹൃദയവും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് ആണ്. മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്ന് അറിയപ്പെടുന്നത് ഹൃദയം ആണ്. മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ വലിപ്പം ഒരു കൈമുഷ്ടിയുടെ വലിപ്പം ആണ്. ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം 300 ഗ്രാം ആണ്. മനുഷ്യ ശരീരത്തിലെ അർബുദം ബാധിക്കാത്ത ഏക അവയവം ആണ് ഹൃദയം. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം ആണ് കാർഡിയോളജി. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13ഉം മാമൽസിൻ്റേതും ബേർഡ്സിൻ്റേതും 4ഉം റെപ്റ്റൈൽസിൻ്റേതും ഉഭയജീവികളുടേതും 3ഉം ഫിഷസിൻ്റേത് 2ഉം ആണ്. ഹൃദയത്തിന് 4 അറകളുള്ള റെപ്റ്റൈൽ ആണ് മുതല. മനുഷ്യഹൃദയത്തിന് 4 അറകൾ ഉണ്ട്, 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കിളുകളും. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഈ സ്തരങ്ങൾക്കിടയിലെ ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം. നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള രക്തക്കുഴലുകൾ ഉണ്ട്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകൾ ആണ് സിരകൾ അഥവാ വെയിൻസ്. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ചുകൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ആണ് ധമനികൾ അഥവാ ആർട്ടറീസ്. സിരകളെയും ധമനികളെയും ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകൾ ആണ് ലോമികകൾ അഥവാ കാപ്പിലറീസ്. സുപ്പീരിയർ വിന്നക്കാവ, ഇൻഫീരിയർ വിന്നക്കാവ എന്നിവയാണ് റൈറ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്. ഇത് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ആണ്. ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വെയിൻ ആണ് പൾമണറി വെയിൻ. വലത്തെ വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ആണ് പൾമണറി ആർട്ടറി. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആർട്ടറി ആണ് അയോർട്ട അഥവാ മഹാധമനി. ശരീരത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസലും ഏറ്റവും വലിയ ആർട്ടറിയും അയോർട്ട ആണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേയൊരു ആർട്ടറി ആണ് പൾമണറി ആർട്ടറി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു വെയിൻ ആണ് പൾമണറി വെയിൻ അഥവാ ശ്വാസകോശസിര. അശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയ അറ ആണ് റൈറ്റ് ഏട്രിയം. ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയ അറ ആണ് ലെഫ്റ്റ് ഏട്രിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വെയിൻ അഥവാ സിര ആണ് ഇൻഫീരിയർ വിന്നക്കാവ. മനുഷ്യഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 4 ആണ്. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന 3 ദളങ്ങളുള്ള വാൽവ് ആണ് ത്രിദള വാൽവ് അഥവാ ട്രൈകസ്പിഡ് വാൽവ്. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ആണ് മിട്രൽ വാൽവ് അഥവാ ബൈകസ്പിഡ് വാൽവ്. പൾമണറി ആർട്ടറി തുടങ്ങുന്നിടത്തും അയോർട്ട തുടങ്ങുന്നിടത്തും ഓരോ അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിലുള്ള വാൽവുകൾ കാണപ്പെടുന്നു. ഇതാണ് സെമി ലൂണാർ വാൽവ്സ്. കൃത്രിമമായി ഹൃദയവാൽവുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. ഹൃദയവാൽവുകളെ ബാധിക്കാറുള്ള രോഗം ആണ് റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. വലത്തെ ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ നിന്നും തുടങ്ങുന്ന ഒരു വൈദ്യുത ചാർജാണ് പേശീസങ്കോചത്തിന് തുടക്കമിടുന്നത്.
ഈ കേന്ദ്രത്തെയാണ് സിനോ ഏട്രിയൻ അഥവാ SA നോഡ് എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ് ഉണ്ടാകുന്ന ഭാഗം ആണ് SA നോഡ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ആണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അഥവാ ECG. ഹൃദയത്തിൻ്റെ വലതുഭാഗത്ത് എത്തുന്നത് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ അശുദ്ധ രക്തം ആണ്. ഈ രക്തം വഹിച്ചുകൊണ്ടുവരുന്നത് ഇൻഫീരിയർ വിന്നക്കാവയും സുപ്പീരിയർ വിന്നക്കാവയും ആണ്. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തെത്തുന്നത് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തം ആണ്. അശുദ്ധരക്തത്തെ ഹൃദയം ശ്വാസകോശത്തിലേക്ക് പൾമണറി ധമനി വഴി അയക്കുന്നു. അശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു ധമനിയാണ് പൾമണറി ധമനി. കാരണം ധമനികൾ സാധാരണയായി ശുദ്ധരക്തം മാത്രമേ വഹിക്കാറുള്ളൂ. ശ്വാസകോശത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉപേക്ഷിച്ച ശേഷം ഓക്സിജൻ സ്വീകരിച്ചു വരുന്ന രക്തം പൾമണറി സിര വഴി ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തെ ഏട്രിയത്തിൽ എത്തുന്നു. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു സിരയാണ് പൾമണറി സിര. എന്തുകൊണ്ടെന്നാൽ സിരകൾ സാധാരണയായി അശുദ്ധരക്തം മാത്രമേ വഹിക്കാറുള്ളൂ. ഇങ്ങനെ ഇടതുഭാഗത്തെ ഏട്രിയത്തിൽ എത്തുന്ന ശുദ്ധരക്തം ഇടതുഭാഗത്തെ വെൻട്രിക്കിളിൽ പ്രവേശിക്കുകയും അവിടെ നിന്നും അയോർട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ഏട്രിയത്തിലേക്ക് രക്തം തിരികെ പോകാതെ സംരക്ഷിക്കുന്നത് വലതുഭാഗത്തെ ട്രൈകസ്പിഡ് വാൽവും ഇടതുഭാഗത്തെ ബൈകസ്പിഡ് വാൽവും ആണ്. അതുപോലെ തന്നെ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം രക്തക്കുഴലുകളിൽ നിന്നും തിരിച്ച് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് അർദ്ധചന്ദ്രാകാര വാൽവുകൾ ആണ്. ഈ വാൽവുകൾ എല്ലാം അടയുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഹൃദയമിടിപ്പ്. ഹൃദയമിടിപ്പ് ഉണ്ടാകുന്ന ഭാഗം ആണ് SA നോഡ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്ന ഭാഗം ആണ് SA നോഡ്. SA നോഡ് സ്ഥിതി ചെയ്യുന്ന ഹൃദയ അറയാണ് വലത്തെ ഏട്രിയം. ഇവിടെ തകരാറുണ്ടായാൽ കൃത്രിമ പേസ് മേക്കർ വെച്ച് പിടിപ്പിക്കും. വിൽസൺ ഗ്രേറ്റ്ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ സാധാരണ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 72 തവണ ആണ്. പുരുഷൻ്റെ ഹൃദയമിടിപ്പ് 70 മുതൽ 72 തവണ വരെ ആണ്. സ്ത്രീയുടേത് 1 മിനിറ്റിൽ 78 മുതൽ 82 തവണ വരെ ആണ്. നവജാത ശിശുവിൻ്റേത് 120 മുതൽ 140 തവണ വരെ ആണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 200 തവണ ആണ്. ആനയുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 25 തവണ ആണ്. ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ആനിമൽ ആണ് തിമിംഗലം. തിമിംഗലത്തിൻ്റെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 8 മുതൽ 10 തവണ വരെ ആണ്. ഹൃദയമിടിപ്പ് ഏറ്റവും കൂടിയ ആനിമൽ ആണ് ശ്രൂ. 1 മിനിറ്റിൽ 1500 തവണയാണ് ശ്രൂവിൻ്റെ ഹൃദയമിടിപ്പ്. ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന അവസ്ഥയാണ് ടക്കികാർഡിയ. ഹൃദയമിടിപ്പ് അസാധാരണമായി കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയ അറകൾ സങ്കോചിക്കുന്നതിന് പറയുന്നതാണ് സിസ്റ്റോൾ. ഹൃദയ അറകൾ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നതിന് പറയുന്നതാണ് ഡയസ്റ്റോൾ.
ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം മൂലം ധമനികൾ വികസിക്കുന്നു. ഈ മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതാണ് ഡയസ്റ്റോളിക് പ്രഷർ. ആരോഗ്യമുള്ള ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ 120 mm ഡയസ്റ്റോളിക് പ്രഷർ 80 mm മെർക്കുറിയും ആണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം ആണ് 120/80 mm Hg. രക്തസമ്മർദ്ദം കുറയുന്നത് ഹൈപ്പോടെൻഷനും കൂടുന്നത് ഹൈപ്പർ ടെൻഷനും ആണ്. ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി എന്ന് ആണ് വിളിക്കുന്നത്. ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ മർദ്ദം കൂടി രക്തക്കുഴലുകൾ പൊട്ടുകയും ഹെമറേജ് സംഭവിക്കുകയും മരണം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദത്തെ ഉയർത്തുന്ന ആഹാരഘടകം ആണ് ഉപ്പ്. ഹൃദയം നിർമ്മിച്ചിരിക്കുന്നത് ഹൃദയപേശികൾ കൊണ്ട് ആണ്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ആണ് കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കുന്നതിനുള്ള ഇമേജിംഗ് ടെക്നിക്കാണ് ആൻജിയോഗ്രാം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ആണ് ആൻജിയോപ്ലാസ്റ്റി. കൊറോണറി ആർട്ടറി നശിച്ചു പോയാൽ പുതിയ ആർട്ടറി വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇതാണ് ബൈപ്പാസ് സർജറി. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ആണ്. ലോകത്തിലാദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെച്ച ഡോക്ടർ ആണ് ക്രിസ്റ്റ്യൻ ബർണാഡ്. 1967 ഡിസംബർ 3 ലോകത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെച്ചത്. ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെച്ച ഡോക്ടർ ആണ് പി. വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3 ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെച്ചത്. കേരളത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെച്ച ഡോക്ടർ ആണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. 2003 മെയ് 13 കേരളത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ആദ്യത്തെ കൃത്രിമ ഹൃദയം ആണ് ജാർവിക് 7. ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലെനക് ആണ്.